54 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ശ്വാസം മുട്ട രോഗിയായതുകൊണ്ട് തന്നെ നോർമലി രാത്രി കിടക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരം കിടന്നിരുന്നാൽ പിന്നെ കുറച്ച് നേരം നീറ്റിരിക്കണം. അങ്ങനെ എപ്പോഴും അസുഖമായിട്ട് ഉള്ള ഒരാളാണ്. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് പുള്ളി ചെയ്തതാണത്. ഇന്നലെയാണ് നാടിനെ നടുക്കിയ വലിയ ഒരു അപകടം കുന്തിപ്പുഴയിൽ സംഭവിച്ചിട്ടുള്ളത്. 2 കുട്ടികളുടെയും അവരുടെ പിതാവിനെയും രക്ഷിക്കുന്നതിനിടയിൽ വ്യാപാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. വളപ്പുറം തൂതപ്പുഴയിലാണ് ഇന്നലെ വേലായുധൻ എന്ന മുരളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ളത്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു പ്രദേശമാണ് കുന്തിപ്പുഴ. ഈ കുന്തിപ്പുഴയിൽ മുമ്പും നിരവധിയായ അപകടങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ചെമ്മലശ്ശേരി ഉത്സവത്തിന് കച്ചവടത്തിന് എത്തിയതാണ് വ്യാപാരിയായ വേലായുധൻ. തൻ്റെ വിശ്രമ സമയത്താണ് തൻ്റെ കൺമുന്നിൽ ഇത്തരം വലിയ ഒരു അപകടം ശ്രദ്ധയിൽപ്പെടുന്നതും അദ്ദേഹം ആ 3 ജീവനുകൾ രക്ഷപ്പെടുത്താൻ പുഴയിലേക്ക് ഇറങ്ങുകയും അവരെ 3 പേരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് വേലായുധൻ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ക്ഷേത്രക്കടവിന് സമീപത്ത് വെച്ച് ഒഴുക്കിൽപ്പെട്ട പിതാവിനെയും 2 കുട്ടികളെയും രക്ഷിക്കുന്നതിനിടയിലാണ് വ്യാപാരിയായ വേലായുധന് ദാരുണാന്ത്യം സംഭവിച്ചത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയതായിരുന്നു എടയൂർ സ്വദേശികളായ കുടുംബം. പുഴയിലേക്കിറങ്ങിയ 6 വയസ്സുകാരൻ മുങ്ങിപ്പോവുകയായിരുന്നു. രക്ഷിക്കാൻ പിതാവ് പുഴയിലിറങ്ങിയെങ്കിലും സാധിച്ചില്ല. ഇതിനിടെ 1.5 വയസ്സുകാരിയും ഒഴുക്കിൽപ്പെട്ടു. നിലവിളി കേട്ടാണ് ക്ഷേത്ര പരിസരത്ത് കുട്ടികളുടെ കളിക്കൊപ്പുകളുടെ കച്ചവടത്തിനെത്തിയ വേലായുധൻ ഓടിയെത്തി പുഴയിലിറങ്ങിയത്. വലിയ കുട്ടിയെ മുങ്ങിയെടുത്ത് രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. പിന്നീട് ചെറിയ കുട്ടിയെയും രക്ഷിച്ച് ദൂരെ കൂടുതലുള്ള മറുവശത്തേക്ക് വേലായുധൻ നീന്തുകയായിരുന്നു. ഇതിനിടെ തളർന്ന് പാതിവഴിയിൽ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. ആസ്മരോഗിയായ വേലായുധൻ തന്റെ അസുഖം പോലും നോക്കാതെയാണ് 3 പേരുടെ ജീവൻ രക്ഷിച്ചതെന്ന് പഞ്ചായത്ത് മെമ്പർ നീലടി സുധാകരൻ വിളയൂർ പറഞ്ഞു. 54 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ശ്വാസം മുട്ട രോഗിയായതുകൊണ്ട് തന്നെ നോർമലി രാത്രി കിടക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരം കിടന്നിരുന്നാൽ പിന്നെ കുറച്ച് നേരം നീറ്റിരിക്കണം. അങ്ങനെ എപ്പോഴും അസുഖമായിട്ട് ഉള്ള ഒരാളാണ്. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് പുള്ളി ചെയ്തതാണത്. അങ്ങനെ കുട്ടീനെ എടുത്ത് കുറച്ച് നീന്തിയപ്പോഴേക്ക് പുള്ളി താഴ്ന്നു. പിന്നെ പൊന്തിയപ്പോഴേക്ക് പിന്നെ കുട്ടീനപ്പോഴേക്ക് കൂടെ വന്ന 2-3 ഇവിടെ നിന്നൊക്കെ ഓടി വന്നു, നിലവിളി കേട്ട് ഓടി വന്നു. പിന്നെ അവർ കുട്ടീനെ കൊണ്ട് അവർ അക്കരയ്ക്ക് നീന്തി ഈ വേറെ ആളുകൾ ഓടി വന്നിട്ട് ഈ മുരളീനെ അപ്പം തന്നെ പൊക്കിയെടുത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ വന്ന് MES പിന്നെ മാലാറമ്പിൽ വന്ന് ഒരു 50 മിനിറ്റോളം CPR ഒക്കെ കൊടുത്തു നോക്കി. പക്ഷേ രക്ഷ ഉണ്ടായില്ല. അവസാനം അങ്ങനെയായി. ചെറിയ കുട്ടീനെ MES ചികിത്സയിലായിരുന്നു. അവർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഡിസ്ചാർജ് ചെയ്തു. വെള്ളമൊക്കെ ഉള്ളിൽ കയറി. മൂത്ത കുട്ടിക്ക് പിന്നെ അപ്പം തന്നെ വലിച്ചു കയറ്റിയോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതായത് ഭയങ്കര ഒരു സങ്കടകരമായൊരു ഇതായി. കാരണം അവനവൻ്റെ ജീവിതം ജീവനെ ഒന്നും നോക്കിയില്ല. അവന് അത് സുഖമില്ലാത്ത ആളാണെന്നൊന്നും നോക്കിയില്ല. അവനങ്ങനെ ഇറങ്ങി ാണ് ഇത് ചെയ്തത്. അതപ്പോൾ അവിടെ ആകെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു വിഷമമായത്. ആ കുട്ടിയുടെ കുടുംബങ്ങളും എല്ലാവരും ഇന്നലെ രാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു. പാതിര വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എല്ലാവരും ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന്. കാരണം അതിൻ്റെ ഒരു വിഷമം. ആ കുട്ടിയുടെ വാപ്പ ഭയങ്കര ടെൻഷനായി. കാരണം അവൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഏട്ടൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനായി. അതിന് CPR കൊടുക്കുമ്പോൾ ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെ നടക്കുകയായിരുന്നു. അപ്പോൾ വളരെ വിഷമിച്ചിട്ടാണ് ആ കുട്ടികളുടെ വാപ്പയും പോയിരിക്കുന്നത്. ഒരു സങ്കടം. ഇവർക്ക് ഭാര്യയും 2 കുട്ടികളാണ് ഉള്ളത്. ഒരു മകൻ ഇവരുടെ കൂടെ തന്നെ അവിടെ കച്ചവടമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഭാര്യ വീട്ടിൽ ഉണ്ട്. പിന്നെ ഒരു മകൻ സിംഗാരിമാളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവനൊക്കെ ഇത് കഴിഞ്ഞ ശേഷമാണ് അവിടേക്ക് എത്തിയത്. ഒരു മകനെ കൂടെ അച്ഛനെ പിന്നെ പാളിക്കുളമ്പ് ഭാഗത്തേക്കാണ് ആളുകൾ അങ്ങോട്ട് കയറ്റിയത്. പിന്നെ അവിടുന്ന് ആംബുലൻസ് വഴി ഇങ്ങനെ കൊണ്ടുവന്നു. ഇവിടേക്ക് കയറ്റാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇവൻ നീന്തിയിട്ട് നേരെ അപ്പുറത്തെ കരയിലേക്കാണ് പോയത്. നാട്ടുകാർ ചേർന്നാണ് പിന്നീട് വേലായുധനെയും 1.5 വയസ്സുകാരിയെയും രക്ഷപ്പെടുത്തിയത്. തുടർന്ന് ഇരുവരെയും MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വേലായുധന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശവസംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്തേക്ക് കൊണ്ടുപോയി. കുമാരിയാണ് വേലായുധന്റെ ഭാര്യ. വിഷ്ണു, വിപിൻ എന്നിവർ മക്കളാണ്. 3 പേർക്ക് പുതുജീവനേകിയാണ് വേലായുധൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്,